റോഷൻ മാത്യുവും സെറിൻ ഷിഹാബും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഇത്തിരി നേരത്തിന്റെ ട്രെയിലറും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നപ്പോൾ എല്ലാവരും എവിടെയൊക്കെയോ ഒരു 96 പോലെ ഉണ്ട് എന്ന തരത്തിൽ സംസാരിച്ചിരുന്നു. പണ്ട് പ്രണയത്തിലായിരുന്ന രണ്ടുപേർ പിന്നീട് കുറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്ന ഒരു കോൺവെർസേഷണൽ ലവ് സ്റ്റോറി എന്നൊരു വൈബ് ഈ സിനിമയുടെ ട്രെയിലർ തന്നിരുന്നു. പ്രശാന്ത് വിജയ് സംവിധാനവും വിശാഖ് ശക്തി രചനയും നിർവഹിച്ചിട്ടുള്ള ഇത്തിരി നേരത്തിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള സെൻസിബിൾ ആയിട്ടുള്ള റൊമാൻറ്റിക് മൊമെന്റുകൾ ധാരാളമുണ്ട്. എന്നാൽ സിനിമയുടെ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് സ്വഭാവത്തിലേക്ക് പടം പോകുന്നുണ്ട്. വേറെ ഒരു രീതിയിൽ അത് സിനിമയെ എൻഗേജിങ് ആക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് ട്രാക്കുകളും തമ്മിലുള്ള കോൺട്രാസ്റ്റ് എവിടെയൊക്കെയോ റൊമാൻസിലൂടെ ഈ സിനിമ ഉണ്ടാക്കിയ ഒരു ചാം ചെറുതായിട്ട് കുറയ്ക്കുന്നുണ്ട്. യൂട്യൂബിൽ ഒരു ഷോ നടത്തുന്ന മാധ്യമപ്രവർത്തകനായിട്ടുള്ള അനീഷാണ് നമ്മുടെ നായകൻ. സ്വന്തം ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുന്നതിന്റെ തലേ ദിവസം വളരെ അടുത്ത രണ്ട് സുഹൃത്തുക്കളോടൊപ്പം ചെറുതായിട്ടൊന്ന് കൂടാൻ അനീഷ് പോവുകയാണ്. ആ സമയത്താണ് അനീഷിന്റെ പൂർവ്വകാമുകിയായിട്ടുള്ള അഞ്ജന താൻ സിറ്റിയിലുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വിളിക്കുന്നത്. അവർ പരസ്പരം കാണാൻ തീരുമാനിക്കുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന കാര്യങ്ങളും ഒരു ഘട്ടത്തിന് ശേഷം അതിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ സംഭവങ്ങളുമാണ് ഇത്തിരി നേരം എന്ന സിനിമയിൽ നമ്മൾ കാണുന്നത്. റിച്ചാർഡ് ലിങ്ക്ലേറ്ററിന്റെ ബിഫോർ ട്രിലജി, പ്രത്യേകിച്ച് അതിലെ ആദ്യത്തെ രണ്ട് പടങ്ങൾ എനിക്ക് പേഴ്സണലി വളരെ അധികം ഇഷ്ടമുള്ള പടങ്ങളാണ്. വളരെ റോ ആയിട്ടുള്ള സട്ടിലായിട്ടുള്ള കോൺവെർസേഷനുകളിലൂടെ മുന്നോട്ട് പോകുന്ന ആ സിനിമകൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ വേറിട്ട് നിന്നിരുന്നു. ഒരു പരിധിവരെ 96 ഇഷ്ടപ്പെടാൻ ഉണ്ടായതിന്റെ കാരണം സിമിലർ ആയിട്ടുള്ള ഒരു നരേറ്റീവ് ശൈലി അതിനുള്ളതുകൊണ്ടാണ്. അനീഷും അഞ്ജനയും തമ്മിലുള്ള കോൺവെർസേഷനുകൾ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത്തിരി നേരം എന്ന സിനിമ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പലപ്പോഴും ലേശം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകൾ കാണിക്കുമ്പോൾ വല്ലാതെ പ്രിട്ടൻഷ്യസ് ആകുന്ന രീതിയിലേക്ക് എഴുത്തു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഡയലോഗുകളിൽ ഘനഗംഭീര ഫിലോസഫികളും കാര്യങ്ങളും ഒക്കെ കുത്തിക്കയറ്റി ഒരു സാധാരണ ഓഡിയൻസിനെ കഥാപാത്രങ്ങളിൽ നിന്ന് സിനിമ ഉണ്ടാക്കുന്നവർ അകറ്റും. അത്തരത്തിലുള്ള കാര്യം ചെയ്യരുത് എന്നൊരു ക്ലാരിറ്റി ഈ സിനിമ എഴുതിയിട്ടുള്ള വിശാഖ് ശക്തിക്കുണ്ട്. അനീഷും അഞ്ജനയും തമ്മിലുള്ള കോൺവെർസേഷൻ കുറെ കാലത്തിന് ശേഷം കാണാൻ പറ്റിയതിന്റെ സന്തോഷത്തിന്റെയും പണ്ട് സംഭവിച്ചതിനെ ഓർത്തുള്ള ദുഃഖത്തിന്റെയും ദേഷ്യത്തിന്റെയും ഇടയിൽ ഇങ്ങനെ സ്വിങ് ചെയ്യുകയാണ്. നായകനും നായികയും തമ്മിലുള്ള സംഭാഷണത്തിൽ ഓഡിയൻസ് ഇൻട്രസ്റ്റഡ് ആയാൽ മാത്രമേ സിനിമ എൻഗേജിങ് ആകൂ എന്ന ധാരണ പ്രശാന്ത് വിജയ്ക്കും വിശാഖ് ശക്തിക്കും ഉണ്ട്. വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷണൽ ഡയലോഗുകളും അതേസമയം തന്നെ പരസ്പരം സ്മൂത്ത് ആയിട്ട് കളിയാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന സമയത്തെ മെമ്മറബിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഫ്ലാഷ് ബാക്ക് പോലെ ഒരു കാര്യവും കാണിക്കാതെ തന്നെ പണ്ട് ഇവർ എത്രത്തോളം ക്ലോസ് ആയിരുന്നു എന്നത് സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. രണ്ടുപേരുടെയും സംഭാഷണത്തിന്റെ ടോണ് ഫ്രണ്ട്ലി ആകുന്നതിൽ നിന്ന് പരസ്പരം ക്രിട്ടിക്കൽ ആകുന്നതിലേക്കുള്ള മാറ്റം കാണിക്കാൻ സിനിമാറ്റോഗ്രാഫിയിൽ ഒരു ഘട്ടത്തിൽ 180 ഡിഗ്രി റൂള് ഒക്കെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓവറായിട്ട് ഇന്റലക്ച്വലൈസ് ചെയ്യുന്ന ഡയലോഗുകളൊക്കെയാണ് പൊതുവെ ഇത്തരം സബ്ജക്റ്റുകളെ പ്രേക്ഷകരിൽ നിന്ന് അകറ്റുക. പക്ഷെ ഇവിടെ രണ്ടുപേരും സംസാരിക്കുന്നത് വളരെ ഓർഗാനിക് ആയിട്ടാണ്. ഇംഗ്ലീഷും മലയാളവും ഒക്കെ വളരെ കൃത്യമായൊരു ബാലൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ സംഭാഷണങ്ങളെ വളരെ ഗ്രൗണ്ടഡ് ആക്കി നിലനിർത്താൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. അനീഷിന്റെ രണ്ട് സുഹൃത്തുക്കൾ പടത്തിലേക്ക് വരുന്ന രണ്ടാം പകുതിയിലെ ഭാഗത്താണ് സിനിമയ്ക്കൊന്ന് താളം തെറ്റുന്നത്. അനീഷും അഞ്ജനയും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ ഒരു പെർസ്പെക്റ്റീവ് കാണിക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ അവരെ ഇതിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ എവിടെയൊക്കെയോ ഒരു റൈറ്റേഴ്സ് ബ്ലോക്ക് നമുക്ക് ആ ഒരു ട്രാക്ക് ഉണ്ടാക്കിയതിൽ കാണാൻ പറ്റും. സംഭവം മെയിൻ ട്രാക്കിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന ഈ ഒരു സബ് പ്ലോട്ടിൽ കോമഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മെയിൻ കഥയിലേക്ക് ഈ ഒരു സംഭവം ഏതെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. സിനിമയുടെ അവസാനത്തേക്ക് വരുന്നൊരു സ്ഥലത്ത് ലീഡ് പെയർ സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന് ഈ ട്രാക്ക് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ചെറിയൊരു ധാരണ കിട്ടുന്നുണ്ടെങ്കിലും ഒന്നുകൂടി റിഫൈൻ ചെയ്ത് എഴുതേണ്ടതായിരുന്നു എന്നൊരു തോന്നലാണ് അത് കണ്ടപ്പോൾ തോന്നിയത്. ബേസിൽ CJ ഒരുക്കിയ മിനിമലായിട്ട് വരുന്ന പശ്ചാത്തല സംഗീതവും രണ്ട് പാട്ടുകളും സിനിമയോട് ചേർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പെർഫോമൻസുകൾ തന്നെയാണ് പടത്തിനെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നത്. സംഭവം ഞാൻ പറഞ്ഞതുപോലെ കോൺവെർസേഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണെങ്കിലും അതിനിടയിൽ വരുന്ന സൈലൻസുകളും സിനിമ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. റോഷൻ മാത്യുവും സെറിൻ ഷിഹാബും ആ കഥാപാത്രങ്ങളെ ക്യാരി ചെയ്യുന്ന രീതി കൊണ്ടായിരിക്കണം സൈലൻസുകളും നമ്മളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നുണ്ട്. തുടക്കത്തിലൊന്ന് പതറുന്ന അനീഷ് പിന്നീട് മെല്ലെ ട്രാക്കിലേക്ക് വരുന്നത് റോഷൻ നല്ല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള തമാശ നിറഞ്ഞ കൊടുക്കൽ വാങ്ങലുകൾ ആ ഒരു ഭാഗത്തെ എൻഗേജിങ് ആക്കുന്നുണ്ട്. പലപ്പോഴും റോഷൻ ചെയ്യുന്ന ചില മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ പെർഫോമൻസ് നാച്ചുറൽ ആക്കുന്നത്. വഴിയെ പോകുന്ന ഒരാളോട് കൈ കാണിക്കുന്നതും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാർട്ടൻഡർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് നിർത്തുന്നതും ഒരു നോട്ടം നോക്കുന്നതും ഒക്കെ അങ്ങനെയുള്ള മൊമെന്റുകളാണ്. ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങളിൽ നിന്ന് ഇവോൾവ് ചെയ്ത് കാര്യങ്ങളെ മെച്യൂറായിട്ട് ഡീൽ ചെയ്യുന്ന അഞ്ജനയെ വളരെ എഫക്റ്റീവായിട്ട് തന്നെ സെറിൻ ഷിഹാബ് സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കടുപ്പിച്ച് പറയുമ്പോഴും തമാശയായിട്ട് പറയുമ്പോഴും ഒക്കെ സെറിൻ ഡയലോഗുകൾ പറയുന്നതിൽ നല്ലൊരു ഈസ് ഉണ്ട്. എഡിറ്റിംഗ് പലപ്പോഴും പെർഫോമൻസുകളെ മെച്ചപ്പെടുത്തുന്നതോ രക്ഷിക്കുന്നതോ ആയ ഫാക്ടർ ആകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ സിനിമയിൽ അങ്ങനെ തോന്നിയ ഒരു സീനുണ്ട്. ഇതിന്റെ ടീസർ നിങ്ങൾ കാണുകയാണെങ്കിൽ അതിൽ സെറിൻ പറയുന്ന നിന്റെ ഇത്തിരി നേരം പരിപാടി ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട് എന്നൊരു ഡയലോഗ് ഉണ്ട്. അതിൽ സെറിൻ ചിലപ്പോഴൊക്കെ എന്ന വാക്ക് ഉച്ചരിക്കുന്ന രീതിക്ക് ഒരു ചെറിയ അസ്വാഭാവികതയുണ്ട്. എന്നാൽ സിനിമയിലേക്ക് വരുമ്പോൾ കൃത്യം ആ വാക്ക് പറയുന്ന സമയത്ത് എഡിറ്ററായിട്ടുള്ള ഫ്രാൻസിസ് ലൂയിസ് റോഷൻ മാത്യുവിന്റെ റിയാക്ഷൻ ഷോട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ആ പ്രശ്നം അവിടെ പരിഹരിക്കുന്നുണ്ട്.
രാജൻ എന്ന കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ നന്ദു അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ടിപ്പിക്കൽ കോമഡി കഥാപാത്രം എന്ന രീതിയിൽ തുടങ്ങിയിട്ട് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കൂടെയുള്ള ആളെ പറ്റി കെയർ ചെയ്യുന്ന ഒരാളെന്ന രീതിയിലേക്കുള്ള ട്രാൻസിഷൻ പുള്ളി ഭംഗിയായിട്ട് ഒട്ടും ഓവറാക്കാതെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആനന്ദ് മന്മഥൻ ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടുള്ള ചില കോമഡി കഥാപാത്രങ്ങൾക്ക് ഒരല്പം ഹയർ പിച്ച് എവിടെയോ ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ കഥാപാത്രം സ്വല്പം കോമിക്കൽ ആണെങ്കിലും ഒരു കറക്റ്റ് ബാലൻസ് പുള്ളി പെർഫോമൻസിൽ കൊണ്ടുവരുന്നുണ്ട്. ഈ സിനിമയുടെ പ്രസൻറ്റർ ആയിട്ടുള്ള ജിയോ ബേബി ഓട്ടോ ഡ്രൈവറായിട്ട് ഒരു സീക്വൻസിൽ വരുന്നുണ്ട്. ആനന്ദ് മന്മഥനും നന്ദുവും രണ്ടാം പകുതിയിൽ റോഷനും ഒക്കെ ട്രിവാൻഡ്രം ആക്സെന്റ് സാമാന്യം വൃത്തിയിൽ അവതരിപ്പിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. ജിയോ ബേബിയുടെ ട്രിവാൻഡ്രം ആക്സെന്റ് കുറച്ചധികം മുളച്ചു നിന്നു. മീനിങ് ഫുൾ ആയിട്ടുള്ള സൈലൻസുകളുള്ള സ്പൂൺ ഫീഡിംഗ് ഒട്ടും തന്നെ ഇല്ലാത്ത കോൺവെർസേഷണൽ റൊമാൻറ്റിക് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് ഭാഗങ്ങൾ ഇത്തിരി നേരം എന്ന ഈ സിനിമയിലുണ്ട്. പ്ലോട്ടിന് അത്യാവശ്യമാണ് എന്ന രീതിയിലേക്ക് രണ്ടാം പകുതിയിൽ വരുന്ന ക്രൈസിസ് സിറ്റുവേഷനെ അവർക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ 96 ഒക്കെ പോലെ ഒരു സ്വീറ്റ് പെയിൻ അവസാനം ക്രിയേറ്റ് ചെയ്യുന്നൊരു സിനിമയായിട്ട് ഈ പടത്തിന് മാറാൻ പറ്റിയേനെ. പണ്ടത്തെ ചില കോമഡി സിനിമകൾ ചിരിക്കാൻ വേണ്ടി ഒന്നാം പകുതി മാത്രം കാണുന്ന ശീലം ചിലർക്കുള്ളതുപോലെ ഒരുപക്ഷെ ഓർഗാനിക് ആയിട്ടുള്ള റൊമാൻസ് കാണാൻ താല്പര്യപ്പെടുന്നവർ ഭാവിയിൽ ഇത്തിരി നേരത്തിൻ്റെ ഒന്നാം പകുതി മാത്രം റിപ്പീറ്റ് വാച്ച് ചെയ്യാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്